ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ PCOD മറ്റുള്ള എന്ത് അസുഖങ്ങൾ, അതായത് യൂട്രസിലുള്ള സിസ്റ്റുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പഴുപ്പ്, പുണ്ണ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പുറന്തള്ളി പോവാനായിട്ട് തമിഴ്നാട്ടുകാർ ചെയ്തിരുന്ന ഒരു ആയുർവേദത്തിൽ, അതായത് ഒരു നാട്ടുവൈദ്യം, അതാണിത്. അത് കലർച്ചിക്കായാണിത്. ഭയങ്കര ഹാർഡാണ് അതിൻ്റെ പുറന്തോട് എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ ഒന്ന് വെയിലത്തിട്ട് ഉണക്കി ഒന്ന് കിടുങ്ങണ രൂപത്തിലാവുമ്പോൾ നമ്മളൊന്ന് തല്ലി പൊട്ടിക്കാൻ ശ്രമിച്ചാൽ ഈസി ആയിട്ട് നടക്കും. അപ്പോൾ അതങ്ങനെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ. ശരിക്കും നല്ല ഫിനിഷിംഗ് ഉള്ളൊരു കായാണ്. നമ്മൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാർബിൾ അങ്ങനെ ഇത് കളിക്കില്ലേ പണ്ട്, എന്താ പറയുക, അരീസുണ്ടായ അതേപോലത്തെ ഒരു സംഭവമാണിത്. കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് എന്തൊരു സ്മൂത്താണെന്നറിയാം. അതിൻ്റെ മാലമണി പോലെ വലിപ്പുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ പിന്നിൽ കാണിക്കാം കേട്ടോ. കലർച്ചിക്കായ. അപ്പോൾ ഈ കായനെ കുറിച്ച് നമുക്ക് അധികം ആൾക്കാർക്കൊന്നും അറിയില്ല. പക്ഷെ ഈ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും ഈ കലർച്ചിക്കായ എന്താണെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വേലിയുടെ അതിർത്തിയിലൊക്കെ ഉണ്ടാവുന്ന ഒരു കാട്ടുചെടിയാണ് ഇത് കലർച്ചിക്കായ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അധികം ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് മുമ്പ് അബോർഷന് വേണ്ടിയിട്ടാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത്. അത്രയ്ക്ക് എഫക്റ്റീവ് ആയിരുന്നു ഈ കായ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കായ പൊട്ടിക്കാനൊക്കെ ഇത്തിരി പണിയെന്ന് ഞാൻ ആ വീഡിയോയിൽ കാണാം. പൊട്ടിക്കാൻ ഇത്തിരി ഹാർഡാണ് അതിൻ്റെ പുറം. അതിൻ്റെ മുകളിലൊരു കവറിങ് കൂടി കഴിഞ്ഞിട്ട് ഉള്ളിലത്തെയാണ് എടുത്തിട്ട് നമുക്ക് കിട്ടുക. അതെല്ലാം മെഡിക്കൽ സ്റ്റോറിലും അല്ല ഈ ആയുർവേദ കടകളിലും കിട്ടും. അപ്പോൾ അത് പാലക്കാട്, തമിഴ്നാട് ആ ഏരിയയിലാണ് ഇത് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇത് നമ്മൾ ശരിക്കും ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ഉണ്ടാവുക കുട്ടികൾക്ക്. അതേപോലെ സിസ്റ്റ്, അതായത് PCOD അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണ് ഇത് ഏറ്റവും ബെറ്റർ ആവുക. അതായത് പീരീഡ്സ് കഴിഞ്ഞ് 5th ഡേ തൊട്ട് ഇത് കഴിക്കാം. 48 ദിവസം ഇത് കഴിക്കണം. അത് 1 ടീസ്പൂൺ വെച്ചിട്ടാണ് കഴിക്കേണ്ടത്. കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഇത് 1 ഗ്ലാസ് മോരും വെള്ളത്തിൽ, മോര് നമ്മൾ പുളിച്ച മോരുണ്ടല്ലോ അതിൽ കലക്കി കുടിക്കുക വെറും വയറ്റിൽ രാവിലെ. പിന്നെ കഴിക്കേണ്ടത് ഇത് കുറച്ച് തേൻ കൂട്ടിയിട്ട് കഴിക്കാം. ഭയങ്കര കയ്പ്പ് രസം ഉള്ളതുകൊണ്ട് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണിത്. അതുകൊണ്ടാണ് ഇതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പൊ അത് 100 ഗ്രാം കലർച്ചിക്കായയിൽ 25 ഗ്രാം കുരുമുളകാണ് നമ്മൾ ചേർക്കുന്നത്. എന്നിട്ടാണ് ഇത് പൊടിക്കേണ്ടത്. പൊടിച്ചിട്ട് 1 ടീസ്പൂൺ, ചെറിയ ടീസ്പൂൺ, 1 ടീസ്പൂൺ എടുത്തിട്ടാണ് നമ്മൾ ഡെയിലി കഴിക്കേണ്ടത്. 48 ദിവസം കാലത്ത് വെറും വയറ്റിൽ കഴിക്കുക. അപ്പൊ എന്താ വെച്ചാൽ ഈ യൂട്രസിലുള്ള എല്ലാ പുണ്ണ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പുറം തള്ളും. അതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. പ്രഗ്നന്റ് ആയവർ ഒരിക്കലും ഇത് കഴിക്കരുത്. അല്ലാത്തവർക്കാണ് ഇത് കഴിക്കേണ്ടത്. അപ്പൊ അത് കുറെ നാള് പീരീഡ്സ് ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ഇത് എന്താ പറയാ, ബാഡ് ആയിട്ടുള്ള ബ്ലഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ് ഇത് കഴിക്കുന്നത്. പ്രഗ്നന്റ് ആവാത്തവരാണെങ്കിൽ ഇത് ഈ 5-ാം ദിവസം, അതായത് ഈ പീരീഡ്സ് ആയി 5-ാം ദിവസം ഇത് കഴിച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ 48 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഇത് കഴിക്കരുത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ആവുന്നതാണ് ഇതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ യൂട്രസ് ഒക്കെ ക്ലീനായി നല്ല വയറൽ സിസ്റ്റം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, എല്ലാം പുറത്തേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ എഫക്റ്റീവ് ആണ്. ഈ കായ കിട്ടാനായിട്ട് അധികം വിലയൊന്നുമില്ല. നമ്മുടെ ആയുർവേദ ഷോപ്പിൽ ഇത് കിട്ടും. അപ്പൊ ഇത് പൊട്ടിച്ച് എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് വേണം നമുക്ക് പൊടിക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടിച്ചിട്ട് ഇത്തിരി പണിയാണ്. കുരുമുളകും വറക്കണം. അപ്പൊ 100 ഗ്രാമിന് 25 ഗ്രാം വെച്ചിട്ട് നമ്മൾ കണക്കാക്കി ഒന്നിച്ച് ഇത് ഇട്ടിട്ട് പൊടിക്കുക കേട്ടോ. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവ് ആണ്. ഒരു നാട്ടുവൈദ്യമാണ് ഇത് കേട്ടോ. അപ്പൊ ഇവിടെ എല്ലാവർക്കും, തമിഴ്നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം വളരെ നല്ലതാണ്. അപ്പൊ അത് അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാം. പിന്നെ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് നിർദ്ദേശങ്ങൾ എടുത്തിട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു കായനെ കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാണ്. നമ്മളിൽ പലർക്കും ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിക്കാം കേട്ടോ.
അപ്പം എനിക്കിത് കഴിച്ചു തുടങ്ങണം. നമുക്ക് കുറച്ച് ദിവസം അത് കഴിക്കണം, യൂട്രസൊക്കെ ഒന്ന് ക്ലീൻ ആവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പൊടിച്ച് പിന്നെ അതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പം ഇത് കായ പൊട്ടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഒന്ന് വെയിൽ കൊള്ളിക്കുക. വെയിൽ കൊള്ളിച്ച് കഴിഞ്ഞിട്ട് പൊട്ടിച്ചാൽ പൊട്ടിച്ച് കിട്ടും. അപ്പം ഞാനത് ഹാർഡ് അപ്പം ഒരു ചിറ്റിക വെച്ചിട്ടും അമ്മിക്കുഴ വെച്ചിട്ടൊക്കെയാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളും അതുപോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇത്തിരി പണിപ്പെട്ട് തന്നെ പൊട്ടിച്ചെടുക്കണം. പൊട്ടിച്ചെടുത്തിട്ട് അതിന്റെ പരിപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ പരിപ്പ് എടുത്തിട്ട് ഒന്നുകൂടി വെയിലത്തിട്ടതിന് ശേഷം നമുക്ക് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കാം, അതല്ലെങ്കിൽ മിക്സിയിലിട്ട് പൊടിക്കാം. പക്ഷെ മിക്സിയിലിട്ട് പൊടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ. അപ്പം മില്ലിൽ പൊടിപ്പിക്കുകയാണ് കുറച്ചും കൂടെ നല്ലത്, അവരോട് പറഞ്ഞിട്ട് ചെയ്യാം. അപ്പൊ കുരുമുളക് കൂടി വറുത്ത് ഇതിലിട്ടിട്ട് പൊടിപ്പിക്കാം കേട്ടോ. അപ്പൊ ഇത് കഴിക്കുന്നത് നല്ലതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, അത് കഴിക്കാം കേട്ടോ. അപ്പൊ അത് കഴിച്ച് കിട്ടാൻ ഇത്തിരി പാടാട്ടോ, ഭയങ്കര കയ്പാ. അപ്പൊ അതാണ് തേനോ എന്നൊക്കെ കൂട്ടിയിട്ട് കഴിക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ 48 ദിവസം ഒരു മുടക്കില്ലാതെ കഴിക്കണം. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം ഈ കായ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കത്ത് വെയിലില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ഈ കനമുള്ള ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. എന്നാലേ നമുക്കിത് പൊട്ടിക്കാൻ കഴിയൂ, അതല്ലെങ്കിൽ പൊട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് ഇതാക്കിയിട്ട് കിടുങ്ങിയ മാതിരിയാവണം. ഉള്ളിലത്തെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതും ചുരുങ്ങുമല്ലോ. ചുരുങ്ങുമ്പോൾ ഇത് കിടുങ്ങി തുടങ്ങും. അപ്പോൾ കിടുങ്ങുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ അത് പൊട്ടിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ വെയിലത്തിടുക കേട്ടോ. വെയിലുള്ളപ്പോൾ ആ വെയിലത്തിട്ടിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഇത് കുത്താനിരിക്കുക കേട്ടോ. അപ്പോൾ കുത്തിയിട്ട് എനിക്കിത് കുറേ നേരം കുത്തി കഴിഞ്ഞിട്ട് എനിക്ക് സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വള്ളിയുടെ അടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ ചിറ്റികയൊക്കെ ആയിട്ടാണ് അടിക്കുന്നത് കണ്ടോ. ചിറ്റിക വെച്ചിട്ട് അടിക്കുമ്പോൾ അത് കുറച്ചൊക്കെ തെറിച്ച് പോകുന്നുണ്ട് പുറത്തേക്കൊക്കെ, അതിൻ്റെ പുറന്തോട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പരിപ്പ് അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ അതിങ്ങനെ കുറേ അടിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പരിപ്പ് കിട്ടണത് കേട്ടോ. ആ ഒരു പണി മാത്രമേ ഇതിനുള്ളൂ. അത് പൊട്ടിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇത് പൊട്ടിക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ കറുപ്പസ്വാമിനെ കൂടി വിളിച്ചു. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് അത് പൊട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ കാണിക്കണമെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഹാർഡാണ് അതിൻ്റെ പുറന്തോടുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ പരിപ്പ് ഇങ്ങനെ ഇട്ടും അതിൽ നമ്മൾ ഈ കുരുമുളക് ചേർക്കണം. അപ്പോൾ ക്വാണ്ടിറ്റി പറഞ്ഞ് 100 ഗ്രാമിന് 25 ഗ്രാം വെച്ചിട്ട് കുരുമുളക്, അത് വറുത്ത് വെച്ചിട്ടുണ്ട് കുരുമുളക്. ഇനി ഇത് പൊടിപ്പിക്കണം. മില്ലിൽ കൊണ്ടുപോയിട്ടാണ് ഞാനിത് പൊടിപ്പിക്കുന്നത്. അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ കൊണ്ടു ചെന്നിട്ട് പൊടിക്കാം കേട്ടോ. അപ്പോൾ പൊടിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഈ പൊടിയാണ് നമ്മൾ ഇങ്ങനെ 1 ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ കഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് വെറും വയറ്റിലാണ്. അതൊക്കെ ഞാൻ വിശദമായി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും പൊടി. ഭയങ്കര കനപ്പൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മൾക്ക് ഗുണമുള്ളത് കൊണ്ട് നമ്മളത് കഴിക്കണ്ടേ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടേസ്റ്റ് നോക്കുക വേണ്ട, നമ്മളതങ്ങോട്ട് കഴിക്കുക, കണ്ണടച്ച് കഴിക്കുക, അത്ര തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം കേട്ടോ. ഓക്കേ, ബൈ ബൈ.